അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഷോപ്പിങ്ങിന് പോവാണ്. എന്നിട്ട് അതെ, ഐൻകോഫിന് പോവാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പാക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഇവിടെ ഒരു സംഭവം കണ്ടു ഞങ്ങൾ വഴിയിൽ. എന്തത്? ഫർഷങ്കൻ. എപ്പോഴും ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇട്ടുണ്ടാവും. ഇന്നൊരു സണ്ണി ഡേ ആണ്. പക്ഷേ 10 ഡിഗ്രി ഉള്ളൂ. വെയിലില്ലേ, അതല്ലേ സണ്ണി ഡേ. സണ്ണി ഡേ പ്ലസ് തണുപ്പുണ്ട്. സെറ്ററാ ഇത് പോരെ, ഇത് തന്നെ നല്ല തണുപ്പുണ്ട്. അപ്പൊ ഞങ്ങള് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കാൻ. മൈന എവിടെ? അതെ, ഒരു മൈന ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല. അവരുടെ വീട് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ കേസ് കൊടുക്കുമല്ലോ. തിരിച്ചു തരണോ? അങ്ങനെയൊക്കെ ഉണ്ടോ എവിടെ? അപ്പൊ ആർക്കും കിട്ടൂല, അടി കിട്ടൂല. ഇപ്പൊ പോകുമ്പോ അറിയാം അടി കിട്ടൂല്ലേ എന്നുള്ളത്. എന്നുള്ളതല്ലേ ഗൈസ്. ഇപ്പൊ നമ്മള് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കണം കുറച്ചും കൂടി. ഇപ്രാവശ്യം വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം അത് അത്യാവശ്യം നല്ല രീതിയിൽ ഷോപ്പ് ചെയ്ത് ഞങ്ങൾ. ഈ പ്രാവശ്യം പിന്നെ എന്താണ് പറയണം, വെയിറ്റ് എടുക്കാനും വയ്യ വെക്കും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നം കാരണം അധികം നമ്മൾ മേടിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ പോകുന്ന വഴി ഇതുപോലെ നല്ല പൂക്കളൊക്കെ ഉള്ള വീടുകളൊക്കെ ഉണ്ട്. പച്ചപ്പ് നിറഞ്ഞ് അപ്പുറത്ത് ആ വീടൊക്കെ അടിപൊളിയാണ്. പൂക്കളൊക്കെ നിറഞ്ഞ് കാണില്ലേ. എന്ത് കളറാണ്? റോസ് അല്ലേ? വയലറ്റ്. ഇപ്പുറത്ത് വയലറ്റ്, അപ്പുറത്ത് റോസ്. അതെ അതെ, ഞങ്ങളുടെ പ്രധാന ബസ് സ്റ്റോപ്പ് എത്തിയിരിക്കുന്നു. ഇനി ബസ് കയറിയിട്ട് കാണാട്ടോ. ഞങ്ങളുടെ ബസ്സിൽ കയറി. എന്തെങ്കിലും പറ. മൈക്ക് വർക്ക് ചെയ്യണ്ടാവും. ബൈക്ക് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞങ്ങൾ തിന്നാനൊന്നും എടുത്തില്ല. പക്ഷെ തിന്നാൻ നമുക്ക് എന്തെങ്കിലും മേടിച്ച് കഴിക്കാം അല്ലേ? ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇറങ്ങാം. എവിടെ? ബീച്ചിൽ നാട്ടിൽ പോയിട്ട് കൊണ്ടുപോകണോ അതോ കൂട്ടുകാരന്മാരോട് തന്നെ തിരിഞ്ഞ് നടന്നിട്ട് വരുമോ? എനിക്കതാണ് ചേട്ടൻ്റെ സംശയം. സെറ്റാക്കാം. അതല്ലാണ്ട് പറയണം. അപ്പം ഞങ്ങളത് ബസ്സിലാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു പാലത്തിൻ്റെ മുകളിലേക്ക് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പുറത്തെ കാഴ്ചകളുടെ ബസ്സിൽ നിന്നുള്ള. ഷെയ്ക്ക് ഇവിടെ ഇപ്പോൾ രാവിലെ ഒരു 11:30 സമയമായിട്ടുള്ളൂ. ഇപ്പോൾ വണ്ടി ഇറങ്ങി. ഇവിടുത്തെ ഒരു TK Maxx എന്ന് പറഞ്ഞ കടയുണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. ആദ്യം കുറച്ച് ഡ്രസ്സ് നോക്കാൻ, അത് കഴിഞ്ഞിട്ട് ഉള്ള കാര്യം ബാക്കി നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ ഇതിനു മുമ്പ് വീഡിയോ നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഇവിടെ TK Maxxന് വന്നിട്ടുണ്ട് നമ്മൾ. ഒരു മറ്റേ ഷോപ്പിങ്ങിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടുത്തെ ആ വീഡിയോ അധികം ഞാൻ കാണിക്കുന്നില്ല. വീഡിയോ എടുക്കാൻ പാടില്ല അങ്ങനെ അധികം ഇവിടെ പുറത്ത്. ബാക്കിയുള്ളവരെ ഷൂട്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം. നമ്മളെ തന്നെ ഷൂട്ട് ചെയ്ത പ്രശ്നമൊന്നുമില്ല. ഇത് ചെറിയൊരു ഒബ്രോ മാള് പോലത്തെ വാളാണ് നാട്ടിലത്തെ. കാണുന്ന റെഡ് ബോർഡ് അതാണ് TK Maxx. ഇവിടെ എന്താ മഞ്ഞൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇതെന്ത് പരിപാടിയാണോ? ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ടല്ലോ. മേഘമാണ്ടത്. സൂര്യൻ എനിക്ക് തോന്നുന്നു സ്പ്രിങ്ങിനെ സൂചിപ്പിക്കണമെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ കടയുടെ ഉള്ളിൽ കയറി കുറച്ച് സാധനങ്ങളിൽ നോക്കിക്കൊണ്ടിരിക്കും. എന്തിന്? ട്രാൻസ്ഫോമേഴ്സിന്റെ 12 രൂപ മൊത്തത്തിനാണ്. ഓക്കെ, പോട്ടെ. ഞങ്ങൾ ഈ TK Maxxന്റെ ഉള്ളിൽ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാം മേടിച്ചിട്ട് കാണിക്കട്ടോ, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും സെലക്ഷനെ. ഇവിടെ അത്യാവശ്യം സമയം എടുക്കും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് കാണിക്കാം. ഇവിടെ ഒരു ട്രാൻസ്ഫോമറിന്റെ സംഭവിപ്പുണ്ട്. ട്രാൻസ്ഫോമേഴ്സ് പ്രാന്തുണ്ട് കുറച്ച്, അതുകൊണ്ട്. അതെ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ പോവാണ്. കാരണം ഇടയ്ക്ക് വെച്ച് ഞങ്ങളുടെ മൈക്ക് ഓഫ് ആയി പോയത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പെട്ടിയിലിട്ടു. ഒരു കുഞ്ഞ് ഡ്രസ്സ്, ഒരു കുഞ്ഞു വാക്കുള്ളതാണ്. പിന്നെ ഒരു ഡ്രിങ്കിങ് ബോട്ടിൽ, അതും ഒരു കുഞ്ഞു വാക്കുള്ളതാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇതിപ്പോൾ ഇവിടെ എന്നോട് ഇതൊരു സോക്സ് വേണമെന്ന് വയ്ക്കുന്നുണ്ട്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബില്ലടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് കുറച്ച് ഡൂഷ് ജെൽ, അതായത് നമ്മുടെ കുളിക്കുന്ന ജെല്ലുകൾ ഇരിക്കുന്ന സ്ഥലം കണ്ട്. അപ്പോൾ അത് നോക്കിയിരുന്നപ്പോൾ അതിൽ നിന്ന് 3 എടുത്തു. അങ്ങനെ അത് പിന്നെയും ബില്ലടിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അവിടുത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി.
താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എന്തോ വിശക്കുന്നു പറഞ്ഞു. ഞാനപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ചപ്പോൾ അതൊന്നും വേണ്ട, അതൊന്നും ഇഷ്ടപ്പെട്ടില്ല കണ്ടിട്ട് എന്നാണ് ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്ന് എന്തൊക്കെയോ മേടിച്ചാൽ മതി എന്നൊക്കെ പറയണം, ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഈ സൈഡിൽ നമ്മളുടെ നടന്നു പോകുന്ന സൈഡിൽ കുറേ കടകളൊക്കെ ഉണ്ട്. ഏഷ്യൻ സ്റ്റൈൽ ഫുഡുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഈ ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ ഈ ഷോപ്പിംഗ് മാളിൽ ഇതിൻ്റെ പേര് ഷ്ലോസ് പ്ലാറ്റ്സ് എന്നായത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാണ്. കുറച്ച് സാധനങ്ങളോട് മേടിക്കാനുണ്ട്. അപ്പോൾ ദേ ഒരുത്തി വന്നേക്കാനുള്ള ഷൂ ലൈസ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും ഞാനാണ് ഇനി ഇങ്ങനെ കെട്ടിക്കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഓൾഡൻബർഗ് സിറ്റിയുടെ ഹൃദയ ഭാഗത്തുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാംബർട്ടി കിർഷയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിലേ ഞങ്ങൾക്ക് പോയി മ്യുള്ളർ എന്ന ഷോപ്പിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ ഇന്നൊരു ശനിയാഴ്ച ആയതുകൊണ്ട് ശനിയാഴ്ചകളിൽ മെയിനായിട്ട് ഇവിടെ ഒരു സാറ്റർഡേ മാർക്കറ്റ്, സാംസ്റ്റാക്സ് മാർക്കറ്റ് എന്ന് പറയും. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയൊരു കാര്യമാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ഇവർ ഒത്തുകൂടാനും അതുപോലെ സാധനങ്ങൾ മേടിക്കാനും, കൂടുതലും പച്ചക്കറി സാധനങ്ങൾ കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെയാണ് ഇവിടെ സെയിൽ ചെയ്യാറ്. അപ്പോൾ അതൊക്കെ ഇവർക്ക് വലിയൊരു കാര്യമാണ് സാംസ്റ്റാഗിൽ ഇങ്ങനെ ചെയ്യാമെന്ന്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള ദിവസമാണ് ഇവിടെ. അപ്പോൾ ഞങ്ങളിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മ്യുള്ളർ, DM അതുപോലെയുള്ള കടകളെ ലക്ഷ്യമാക്കിയിട്ട് സിറ്റിയുടെ നടുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സാംസ്റ്റാഗ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ രണ്ട് സൈഡിലും ഇരുന്ന് ബിയർ അടിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാൻ മറന്നു ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. ഫ്രണ്ടിലൊരു വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെ ഞങ്ങൾ വെച്ച് പിടിക്കുകയാണ്, നേരെ മ്യുള്ളറിലേക്ക് എന്നൊക്കെയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താണെന്ന് മറന്നുപോയി. അപ്പോൾ ഈ മൈക്ക് ഓഫായി പോയത് വലിയൊരു അടിയായിപ്പോയി. ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ്, ക്ഷമിക്കണം. പിന്നെ അടുത്ത പ്രാവശ്യം ശരിയാക്കാം. അപ്പോൾ വീക്കെൻഡുകളിൽ പറഞ്ഞ പോലെ ഈ സിറ്റിയുടെ നടുവിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വൈബാണ്. നമുക്ക് എവിടെ നോക്കിയാലും കാഴ്ചകളാണ്, ഒരു ഒന്നിനൊന്ന് പുതുമയേറുന്ന കാഴ്ചകളാണ് എല്ലാ വീക്കെൻഡും ഇവിടെ വരുമ്പോൾ കാണാറുള്ളത്. അപ്പം ഞങ്ങൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വലത്തെ സൈഡിൽ രണ്ട് കുഞ്ഞു കുട്ടികൾ, ഒരു 5-6 ക്ലാസ്സിൽ പഠിക്കുന്നതെന്ന് തോന്നുന്നു, അവരൊന്ന് പാട്ട് പാടുന്നുണ്ട്, എന്തോ ഓർഗൻസൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചില്ലറകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ മ്യുള്ളർ എന്ന കടയുടെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ഇത് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഒന്ന് നിന്നാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. അപ്പം നാട്ടിൽ പോകുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മേടിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. പെർഫ്യൂം, ഡിയോ, അതുപോലെ ക്രീമുകൾ. ഞങ്ങളിതൊക്കെയാണ് കൂടുതലായിട്ട് മേടിക്കാറ്. നിങ്ങൾ എന്തൊക്കെയാണ് മേടിക്കാറ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിന് പറ്റിയൊരു ഷോപ്പാണിത് മ്യുള്ളർ. ഇവിടെ എല്ലാം ഓൾ ഇൻ വൺ എക്സ്ക്ലൂസീവ് ഷോപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ എല്ലാം കിട്ടും. അപ്പോൾ അത് കുറച്ച് പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്ത് ഞങ്ങൾ ഇതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് പോകണം. അവിടെയും ടോയ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ടോയ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളോട്ട് അതുപോലെ പ്ലേ സ്റ്റേഷൻ, എല്ലാ ഗെയിമിംഗ് സെക്ഷനൊക്കെ കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ മ്യുള്ളർ ഒരു അടിപൊളി ഷോപ്പാണ്. അപ്പോൾ ഈ ഷോപ്പിനെ കുറിച്ച് ഞാനൊരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് മുകളിൽ ഞാനൊരു ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്ക്. ഈ വീഡിയോ, ഈ ഷോപ്പിൻ്റെ ഫുൾ ഒരു കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ വീഡിയോയിൽ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിലത്തെ നിലയിലെത്തി. ഇപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്ന്. രസമൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി കുറേ കാർ ഉണ്ടാവും. അപ്പം നമുക്കൊരു RC കാർ മേടിക്കണം. RC കാർ ഇതൊക്കെ വലിയ സൈസാണല്ലോ ഇരിക്കണം. ഇത്രയും ചെമ്പിട്ട് സാധനം എങ്ങനെ ഉണ്ടാകാൻ? ഫ്ലിക്സ് ബസ് വേണം ആർക്കെങ്കിലും? ഫ്ലിക്സ് ബസ്. ആംസ്റ്റർഡാം. ഇത് നിസാര പൈസയുള്ള വണ്ടിക്ക് ഒരു 139 യൂറോ, അതായത് ഒരു 14,000 രൂപ. പക്ഷേ ഇതൊക്കെയാണ് ഒറിജിനൽ കേട്ടോ. അത് പക്ക RC കാർ എന്ന് പറയുന്നതാണ്. ഇതൊക്കെയാണ് ഇത്. ഹെലികോപ്റ്റർ ഉണ്ട് പറന്നു പോവാൻ. 34 യൂറോ. ഒരു ഡ്രോൺ മേടിച്ചു കൊടുത്താലേ നമുക്ക്. ഇത് കാര്യം പറഞ്ഞാണ്. അത് RCന്
അപ്പോൾ ആലോചിക്കാൻ അതൊക്കെ ഇങ്ങനെ ലെവല് പരപ്പുറത്തും മറ്റേ ഇതിന്റെ പുറത്തൊക്കെ സ്കൈ വാച്ചർ എന്ന് പറഞ്ഞൊരു ഡ്രോൺ ഉണ്ട് ഗൈസ്. നമ്മുടെ DJയുടെ ഒക്കെ ഒരു ലുക്ക് മാത്രമേ ഉള്ളൂ. 99 യൂറോ. അപ്പോൾ ഇവിടെ നിന്നും കുറച്ച് ടോയ്സൊക്കെ മേടിച്ച് ഒരു ബാർബി, ഒരു RC കാറ്, പിന്നെ 1-2 ചെറിയ കാറുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് ഇത് ബില്ലടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത് ഞാൻ. അപ്പോൾ ഇവിടെയും ഓഡിയോ കട്ടായി പോയി. ഞങ്ങൾ ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പം മൈക്ക് പിന്നെയും ഇവിടെ വെച്ച് കട്ടായി പോയി. കാരണം ഈ എൻ്റെ ട്രാൻസ്മിറ്റർ ഞാൻ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ക്യാമറയിൽ. അപ്പോൾ അത് കുറേ നേരം നമ്മൾ യൂസ് ചെയ്യാണ്ടാകുമ്പോൾ മൈക്ക് ഓഫായി പോകും. അതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് എനിക്കറിയാം. ഇനി ഞാൻ ശ്രദ്ധിക്കും അത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ DM-ൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. DM-ൻ്റെ അകത്തേക്ക് കയറാൻ പോകണം. ഇവിടെയും കുറേ ക്രീമുകളും ഇവിടെയും കൂടുതൽ മെഡിക്കൽ ഐറ്റംസ് ആയിട്ടുള്ള മരുന്നുകൾ, ക്രീമുകൾ അങ്ങനെയൊക്കെ കിട്ടും. നമ്മൾ ക്രീമുകളും അതുപോലെ പിന്നെ പെർഫ്യൂംസും നോക്കുന്നുണ്ട് കുറച്ച്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ വണ്ടിയിൽ എടുത്തിട്ടേക്കണത്. ഇതിപ്പോൾ ഒരു കുട്ടികളുടെ വണ്ടിയാണ്. എന്താ പറയുക, നീ ഇപ്പോൾ ഒന്നുകൂടി പറഞ്ഞു. ഞങ്ങൾ സാധനങ്ങളൊക്കെ പിന്നെയും കുറച്ചും കൂടി സാധനങ്ങൾ ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പെർഫ്യൂമുകൾ, കാര്യങ്ങൾ. ഇനി നമ്മൾ നേരെ ബില്ലടിക്കാൻ പോവാണ്. ഒരുപാട് സാധനം നമുക്ക് വേണമെങ്കിൽ അവിടെ തന്നെ നിന്നും ബില്ലടിക്കട്ടെ. ഇവർ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് തന്നെ നിന്ന് അടിക്കാം. പക്ഷേ ഇത് ഒരുപാടുള്ളതുകൊണ്ട് എനിക്കൊട്ടും ഇൻട്രസ്റ്റ് ഇല്ല. അടിച്ചടിച്ച് കൈ കഴക്കും അല്ലേ? നിനക്ക് താല്പര്യമുണ്ടോ പോയിട്ട് അടിക്കും? എന്നാ പോക്കും പോവല്ല, ഇവിടെ നിന്ന് ഇവർ തന്നെ അടിക്കട്ടെ. കൊക്കോസ് വാട്ടർ കുടിക്കൂ, കരിക്കും വെള്ളം കുടിക്കൂ. ഞങ്ങൾ സാധനങ്ങളൊക്കെ അത് ബാഗിലാക്കിയിട്ടാ. ഇങ്ങനെ ഓരോ ബാഗിലായിട്ട് നിറച്ച് അതിൽ ഒരു മ്യൂള്ളറുള്ള സാധനങ്ങൾ, ഇതിലെൻ്റെ ബാഗിൽ കുറേ സാധനങ്ങൾ, ഇതിൽ കുറച്ച്, പിന്നെ ഈ വെള്ള ബാഗിൽ കുറച്ച് കുട്ടി വണ്ടി കൊണ്ട് തിരിച്ചു നോക്കാം. എന്നിട്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് ഇതെല്ലാം വിസ്തരിച്ച് കാണാം നമുക്ക്. അപ്പം ഞങ്ങളിത് സാധനങ്ങൾ മേടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൈ നിറച്ച സാധനങ്ങളാണ്. നല്ല ഓടുണ്ടല്ലേ? എൻ്റെ കയ്യിലാണ് ഒരു സജ്ജി ബാഗ് നിറച്ച സാധനങ്ങൾ. നമ്മളത് ബസ് സ്റ്റോപ്പിലേക്ക് വന്നു. ഇനി ബസ് കയറി വീട്ടിൽ പോവാം. ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് ലപ്പാൻ. ഷോപ്പിങ് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതെ, ലൈക്ക് മൈക്കില്ലട്ടോ, മൈക്ക് ഓണല്ല, അതുകൊണ്ട് നീ പറയണത് കേൾക്കില്ല. മൈക്ക് ഓഫായി പോയി. അടിപൊളി ബസ്സല്ലേ ഇത്? ഇവിടുത്തെ എന്താ ലുക്ക്. നമ്മുടെ നാട്ടിലുണ്ട് ഇതുപോലത്തെ ബസ്സുകൾ എല്ലാം. ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുണ്ടല്ലോ, മറ്റേ മന്ത്രി കൊണ്ടുവന്നല്ലോ. KSRTC എന്തോ അടിപൊളി ഉണ്ടാക്കി വരുന്നുണ്ട് അല്ലേ ഗൈസ്? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാം. അതെ, KSRTC ബസ് ഉണ്ട്. പക്ഷെ ബാക്കിയുള്ള ബസ്സിനൊക്കെ ഭയങ്കര പൊക്കല്ലേ. പ്രൈവറ്റ് ബസ്സിനൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് വീൽ ചെയറും കൊണ്ടൊക്കെ സുഖമായിട്ട് കയറണമെങ്കിൽ ഇങ്ങനത്തെ ബസ്സാണെങ്കിൽ സുഖമല്ല. കാശ് കൊടുക്കണം, കാശ് വേണം, ഇത് വേണം, ബഡ്ജറ്റ് വേണം. നമ്മുടെ നാട്ടില് ബഡ്ജറ്റ് ഇല്ലാതായിരിക്കും സർക്കാരിന്. അതെ, സർക്കാർ യൂട്യൂബിലിട്ട്. പിന്നെ ഇവിടുത്തെ വണ്ടികളുടെ സമയമൊക്കെ ഇതുപോലെ ഒരു ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണിക്കോട്ടെ. കറക്റ്റായിട്ടുള്ള 1 മിനിറ്റിൽ ഈ 317 എന്ന് പറഞ്ഞ വണ്ടി വരും. നമ്പറാണ് ഇവിടുത്തെ ബസ്സുകൾക്ക്. അപ്പോൾ കറക്റ്റ് ടൈമിൽ ആ വണ്ടി വരും കേട്ടോ. ചിലപ്പോൾ ഡിലേ ഉണ്ടെങ്കിൽ അവിടെ ഡിലേ ഉണ്ടെന്ന് കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഗൈസ്, ഞങ്ങൾ വീട്ടിലെത്തി. സാധനങ്ങളൊക്കെ കട്ടിലൊക്കെ വലിച്ചെറിഞ്ഞിട്ടിട്ടുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനി എന്തെങ്കിലും കഴിക്കണം ഉണ്ടാക്കിയിട്ട്. അതെ, അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനിടണം. അങ്ങനെ പരിപാടികൾ. അത് കഴിച്ചിട്ട് കാണാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് ചട്ടപ്പട്ടയെന്ന് പറഞ്ഞ് 2 ബർഗർ ഉണ്ടാക്കി. തട്ടിക്കൂട്ട് ബർഗറാണ് ഇത്. ചിക്കൻ്റെ നമുക്ക് മേടിക്കാൻ കിട്ടും. ചിക്കൻ വെച്ചിട്ടുള്ള നമ്മളെ എന്താ പേര് മറന്നുപോയി. അപ്പോൾ ഇത് പാറ്റിയല്ല, ബർഗർ പാറ്റിയല്ല. അപ്പോൾ അത് പകരം ചിക്കൻ്റെ ഇത് വെച്ചിട്ട്, പിന്നെ കുറച്ച് സവാളയും കുക്കുംബറും പപ്രിക്കയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകും. അപ്പോൾ അതേ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. ഇതാണ് ഇന്ന് മേടിച്ച സാധനങ്ങൾ അല്ലേ? വയ്യാണ്ടായിരിക്കണം ഇത്രയും സാധനം പൊക്കിക്കൊണ്ടു വന്നിട്ട്. നിസ്സാര പരിപാടിയല്ലേ നാട്ടിൽ പോകുന്നത്.
ഇന്ന് എത്ര രൂപ ഏകദേശം? അത് ഏകദേശം ഒരു 300 യൂറോ ആയിട്ടുണ്ട്. 300 മുകളിലായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി നമ്മൾ നമ്മുടെ പെട്ടിയിലേക്ക് ഓരോ പേരൊക്കെ എഴുതി പാക്ക് ചെയ്യണ പരിപാടീസാണ്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി പറഞ്ഞ പോലെ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് പെട്ടിക്കേറ്റാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ജിമ്മിൽ പോകണം, ഇവക്ക് കിടന്നുറങ്ങണം. അപ്പോൾ ഈ വീഡിയോ വെച്ച് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് അടിക്കുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവർ